അമ്മ ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമാക്കുകയാണ് സ്ഥാനാർത്ഥികൾ. 2018-ൽ അമ്മ ഷോയുടെ പരിശീലനത്തിനിടയിൽ വനിതാ താരങ്ങളുടെ പരാതികൾ വീഡിയോയിൽ പകർത്തിയെന്നും പിന്നീട് ഈ പരാതികൾ പൂഴ്ത്തിയെന്നുമാണ് ആരോപണം. അന്ന് ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവർ വീണ്ടും മത്സരിക്കുന്നതിനെതിരെ ഒരു വിഭാഗം കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. സഹിന ആന്റണി നൽകും കൂടുതൽ വിവരങ്ങൾ. സഹിന, ഇതിപ്പോ ഈ അമ്മ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആരോപണ പ്രത്യാരോപണങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ വരുന്നു. ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? തീർച്ചയായിട്ടും ചെയ്തു. അതായത് അമ്മ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 15-നാണ്. ആ ഓഗസ്റ്റ് 15 വരെ കാത്തിരുന്നു കഴിഞ്ഞാൽ പല കഥകളും പുറത്തു വരും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുണ്ടായിരുന്നു. പല നടന്മാർക്കും മത്സരാർത്ഥികൾക്കുമെതിരെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ, അവരുടെ പഴയ കഥകൾ, ഇതെല്ലാം വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി 2018-ൽ അമ്മയുടെ ഷോ നടക്കുന്നതിനിടയിൽ വനിതാ താരങ്ങളുടെ പരാതി എന്ന പേരിൽ ചില കാര്യങ്ങളെല്ലാം വീഡിയോയിൽ പകർത്തിയിരുന്നു. അന്ന് നിരവധി വനിതാ താരങ്ങൾ അവരുടെ പരാതിയായി തന്നെ പല നടന്മാർക്കുമെതിരെ പരാതിയായി പറഞ്ഞിരുന്നു. അതെല്ലാം വീഡിയോയിൽ പകർത്തിയതാണ്. ഹേമ കമ്മിറ്റി അടക്കമുള്ള കമ്മിറ്റികൾക്ക് നൽകാൻ വേണ്ടിയായിരുന്നു ഈ പരാതികൾ. ആരെയും കാണിക്കാതെ ഇത് തങ്ങൾ നൽകുമെന്നുള്ളതായിരുന്നു അന്നത്തെ ഭരണസമിതിയുടെ വാഗ്ദാനമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഈ വീഡിയോ മുഴുവൻ പൂഴ്ത്തി എന്നുള്ളതാണ് അന്നത്തെ അഭിനേതാക്കളുടെ ആരോപണം, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള പല ആളുകളുടെയും ആരോപണം. അന്ന് പരാതി പറഞ്ഞ ആളുകളുടെ ഒന്നും പരാതികൾ ഈ എത്തപ്പെടേണ്ട സ്ഥലത്ത് എത്തിയില്ല. പകരം ഈ പറയുന്ന ഈ പകർത്തിയ ദൃശ്യങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ പകർത്തിയ ബൈറ്റ്സുകളെല്ലാം തന്നെ, അതെല്ലാം പൂഴ്ത്തുകയാണ് ഉണ്ടായിരുന്നത്. അവരുടെ പരാതി എങ്ങും എത്തിയില്ല. അന്ന് ഭരണസമിതിയിലുണ്ടായിരുന്ന കുക്കു പരമേശ്വരനുള്ള അടക്കമുള്ള ആളുകൾ ഇപ്പോൾ മത്സരിക്കാൻ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇത്തരക്കാരെ മത്സരിപ്പിക്കുന്നതിനോട് യോജിപ്പില്ല എന്നുള്ളതാണ് ഒരു വിഭാഗത്തിൻ്റെ ആരോപണം. എന്നാൽ ഇത് വെറും ആരോപണമാണ്, അത്തരത്തിലൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് കുക്കു പരമേശ്വരൻ അടക്കമുള്ള ആളുകൾ പ്രത്യാരോപണമായി പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ അമ്മ ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓഗസ്റ്റ് 15-ന് തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് അമ്മയിൽ താരങ്ങൾ തമ്മിലുള്ള ഏറെക്കുറെ ഒരു കൂട്ടയടിക്ക് സമാനമായ സാഹചര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകണം. അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. സഹിന ആന്റണിയുടെ വിവരങ്ങൾ നൽകിയത്.